പ്രേക്ഷകരെ പൊട്ടത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ടുള്ള കുറെ, ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെന്റിനെ നിന്ന് ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അത് അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം. കോർപ്പറേറ്റ് തീർന്നെഴുതിയോ അല്ലാതെ അവന്റെ സാഹചര്യം കൊണ്ട് ചെയ്തോ ഒന്നും പറയില്ല. പക്ഷെ ഇനി മാറേണ്ടതുണ്ട്. അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്ത് നിങ്ങൾ മതവും ജാതിയും കൊണ്ട് കുത്തിവെച്ച നിങ്ങളുടെ വീട്ടിലെ വരുമാനം തന്നെയാണ് കുറയണത്, നാട്ടിലെ വരുമാനം തന്നെയാണ് കുറയണത്, പ്രതിശീർഷ വരുമാനം തന്നെയാണ് കുറയണത്. അതുകൊണ്ട് അത്തരം ഒരു പരിപാടികളും ചെയ്യലെന്ന് ഞാൻ പ്രേക്ഷകരെടുത്ത് ഞാൻ ചെയ്യലെന്ന് പറയണില്ല. നിങ്ങൾ ആലോചിക്കും, തിങ്ക് ചെയ്യൂ. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം കണ്ട വിഡ്ഢിത്തം. കാരണം എന്ന് പറഞ്ഞാൽ 40 ലക്ഷം കുടുംബങ്ങൾ സുഖമായിട്ടുണ്ടുറങ്ങി പ്രതിശീർഷ വരുമാനം വർദ്ധിക്കേണ്ട മിനിമം, അതായത് കറക്റ്റാ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കോടി പേർക്ക് തൊഴിൽ കൊടുക്കുക എന്റെ കണക്കൂട്ടൽ ഈ മേഖല വഴി. അതായത് മിൽമ പാൽ ഉൽപ്പാദിപ്പിക്കും പോലെ, അമൂലിന്റെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും പോലെ കേരളത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കാം. ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സൊസൈറ്റികൾ വഴി സൊസൈറ്റികൾ രൂപീകരിച്ചിട്ട് അവിടെ ഇതെല്ലാം കൊണ്ടുവരാം. എന്നിട്ട് ഇവരുടെ ബ്രാൻഡിനെ വാല്യൂ ചെയ്തുകൊണ്ട് കോർപ്പറേറ്റ് കമ്പനിയിലോട്ട് മാറ്റാം. അത് ലോകം മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് ബിസിനസ് ചെയ്യാം. ബിസിനസ് ചെയ്ത് ഓപ്പൺ മാർക്കറ്റ് വിൽക്കുമ്പോൾ ആ പണം കർഷകന്റെ അക്കൗണ്ടിലോട്ട് വരും. കർഷകൻ സമ്പന്നനാവൂ. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വലിയ ടോപ്പിലിരിക്കുന്ന 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങി ജീവിക്കുന്ന ഗവൺമെന്റ് ജോലിക്കാരന് തുല്യം അല്ല, അതിനേക്കാളും മുകളിൽ ഇവിടുത്തെ കർഷകൻ ജീവിക്കും. പക്ഷെ അതിന് അനുവദിക്കൂല. അടിമയെ വേണം ഇവിടെ എല്ലാവർക്കും. അടിമയാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടത്. അടിമയാവണോ നിങ്ങൾ? പ്രിയ പ്രേക്ഷകർ ആലോചിക്കൂ. അതായത് നിങ്ങളുടെ പല വരുമാനവും ബ്ലോക്ക് ചെയ്യണത് നിങ്ങൾ ഇവർക്കൊക്കെ അടിമയായിട്ട് വേണം. ഈ അടിമയായിട്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാൻ പറയണ ആവരുത്. എൻ്റെ കാലം കഴിഞ്ഞു. പ്രിയ പുതിയ തലമുറ, നിങ്ങൾ ആകരുത്. നിങ്ങൾ അടിമയായിട്ട് ജീവിക്കാനുള്ളതല്ല. പുതിയ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കൂ, ഫൈറ്റ് ചെയ്യൂ, വാറടിക്കൂ. പ്രകൃതിയിലെല്ലാം നിക്ഷിപ്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് വലിച്ചെറിഞ്ഞാലും ഉണ്ടാവുന്ന തലമാണ്. പക്ഷേ ടെക്നിക്കലി ട്രാപ്പ്ഡാണ്. ട്രാപ്പ്ഡാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? ഈ ടെക്നിക്കലായിട്ട് നിങ്ങൾ അറിയാതെ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്. രണ്ടാമത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ രീതി മാറ്റൂ, വിദ്യാഭ്യാസ നിലവാരം മാറ്റൂ. അതിനുവേണ്ടി വാർ ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ, മിൽമ പാൽ ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ, അമൂൽ എന്ന് പറയുന്ന സാധനം കർഷകരുടെ നിന്ന് സംഭരിക്കാമെങ്കിൽ, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു. കാരണം നിങ്ങൾക്ക് അറിഞ്ഞോളൂ, ഇതിൽ നിന്നെല്ലാം മെഡിസിൻ. ഞാൻ അതാണ് വീണ്ടും പറയുന്നത്, നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് മെഡിസിൻ എടുക്കാം, മെഡിസിനാക്കി മാറ്റാം. 2, അതിൽ നിന്ന് ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കാം, അതിൽ ലോകം മൊത്തം മാർക്കറ്റ് ചെയ്യാം. 3, സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. നമ്മുടെ സ്കിൻ കെയർ, ബ്യൂട്ടി, സൗന്ദര്യം ഉണ്ടാക്കണം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം, അതും മാർക്കറ്റ് ചെയ്യപ്പെടാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും പ്രകൃതിയിൽ ജീവിക്കുന്ന ജീവികളുണ്ട്, അവയ്ക്ക് വേണ്ട ഭക്ഷണമാക്കി മാറ്റാം. അതിൻ്റെ വേസ്റ്റുകൾ, അതെല്ലാം എടുത്തതിന് ശേഷം പറഞ്ഞ വേസ്റ്റുകൾ, ഇത്